ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ്സ് ബൈ സാറ. കുറേ കുട്ടികൾ ചോദിച്ച കാര്യമാണ് എന്നാണ് സി പാസിൻ്റെ പി എൻ സി മാക്കിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, പി എൻ സി മാക്കിനോട് വന്നു കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം 25 ജൂലൈ 2026 നമ്മുടെ കേരള സ്റ്റേറ്റ് കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടികൾക്കും കൂടി ഒരു അവസരം, അല്ലെങ്കിൽ അവർക്കും കൂടി അപ്ലൈ ചെയ്യണം എന്നുള്ള അവസരത്തോടു കൂടി പി എൻ സി മാക്കിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രോസ്പെക്റ്റസ് 2026-27 പ്രോസ്പെക്റ്റസ് പി എൻ സി മാക്കിൻ്റെ പ്രോസ്പെക്റ്റസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ വരുന്ന 31 ജൂലൈ ആയിരുന്നു അവർ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ കുറേയധികം പ്രൊസീജിയേഴ്സും കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളിലും ഈ വർഷവും കൂടിയാണ് ഇച്ചിരി ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കുട്ടികൾ നേരിടാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നീറ്റ് റദ്ദാക്കിയോണ്ടും കുട്ടികൾ പകുതി പേര് നീറ്റ് ഡ്രോപ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ആ കുട്ടികൾക്ക് MBBS കിട്ടാത്തതുകൊണ്ട് അവർ ഇതുപോലത്തെ BSc നഴ്സിങ്ങോ എഞ്ചിനീയറിങ്ങോ അങ്ങനത്തെ ഓരോ സ്ട്രീംസ് അവർ ചൂസ് ചെയ്യാറുമുണ്ട്. ആൻഡ് ഇപ്പോൾ സി പാസ് എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ ഇപ്പം കറക്ഷൻ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യവും കൂടിയേ ഉള്ളൂ. അപ്പം നമുക്കറിയാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് മിഡ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അലോട്ട്മെൻറ്റുകളെല്ലാം പതുക്കെ സ്റ്റാർട്ട് ആവുകയും സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അഡ്മിഷൻ ഓൾമോസ്റ്റ് ഫിൽ ആവുകയും ചെയ്യും എന്നാണ് നമ്മൾ അറിയാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഈ ഒരു റെസ്പോൺസ് ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് ഓൺ അവർ ചാനൽ വ്ളോഗ്സ് ബൈ സാറ. താങ്ക് യു.